നമസ്കാരം. പപ്പുമോൻ എന്ന ഓമന പേര് മാത്രം കേട്ട് വളർന്നത് കൊണ്ട് തന്നെ ആർക്കും ഒരു വിലയുമില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കോൺഗ്രസ് പാർട്ടി രാഹുലിനെ രാഹുകാലത്തിൽ നിന്ന് രക്ഷിക്കാൻ അന്ന് അമേരിക്കയിലേക്ക് പറത്തിവിട്ടത്. പക്ഷെ അന്ന് അമേരിക്കയിലേക്ക് പറത്തിയപ്പോൾ പപ്പുമോൻ ഇതൊരു സ്ഥിരം പരിപാടിയാക്കുമെന്ന് സ്ഥലത്തെ പ്രധാന കോൺഗ്രസ് പയ്യന്മാരോട്ട് പ്രതീക്ഷിച്ചു കാണത്തുമില്ല. എന്തായാലും നമ്മുടെ പപ്പുമോൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായി യാത്രയിലാണ്. എന്തിനു വേണ്ടിയെന്നോ ആർക്കു വേണ്ടിയെന്നോ കോൺഗ്രസ് നേതൃത്വത്തിന് പോലും അറിയാത്ത തരത്തിലുള്ള യാത്രകൾ. കക്ഷിക്ക് നമ്മുടെ ഭാരതത്തിൽ നിൽക്കാൻ തീരെ താല്പര്യമില്ലത്രേ. ലോക്സഭയിൽ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അഥവാ SPG ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യവേ ആഭ്യന്തരമന്ത്രി അമിത്ഷാ 2019 ഡിസംബറിൽ ഒരു കണക്ക് വെളിപ്പെടുത്തിയിരുന്നു. 2015 മുതലുള്ള 4 വർഷത്തിനുള്ളിൽ കുറഞ്ഞത് 247 തവണയെങ്കിലും രാഹുൽ ഗാന്ധി വിദേശയാത്ര നടത്തിയെന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ പപ്പുമോൻ പോലും ഒന്ന് ഞെട്ടിപ്പോയി. രാഹുൽ മാത്രമല്ല, ഇതെന്ത് കൂത്ത് എന്ന ചിന്തയിലായി കോൺഗ്രസ് നേതാക്കളും. വർഷത്തിൽ ശരാശരി 62 തവണയും മാസത്തിൽ 5 തവണയും വിദേശ സന്ദർശനങ്ങൾ നടത്തി. SPG സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ രാഹുൽ എത്ര തവണ യാത്ര ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കണക്കുകൾ. 2014 മുതൽ ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവായി അവതരിപ്പിക്കപ്പെടുന്ന രാഹുൽ ഗാന്ധി പാർലമെന്റിലും പുറത്തും വിദേശ രാജ്യങ്ങളിലും നടത്തുന്ന പ്രസ്താവനകൾ ഭാരതത്തിന്റെ അഖണ്ഡതയെയും പരമാധികാരത്തെയും അന്തസ്സിനെയും ചോദ്യം ചെയ്യും വിധത്തിലുള്ളതായിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോഴും പപ്പുമോൻ മറ്റാരുടെയൊക്കെയോ കൈകളിലെ പാവയെ പോലെയാണ് പെരുമാറുന്നത്. സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങളോ അഭിപ്രായങ്ങളോ അദ്ദേഹത്തിനുള്ളതായിട്ട് തോന്നിയിട്ടില്ല. എന്ന് മാത്രമല്ല, ശത്രു രാജ്യങ്ങൾ രാഹുലിനെ സമർത്ഥമായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന സംശയത്തക്ക വണ്ണമാണ് പപ്പുവിന്റെ വാക്കുകളും പ്രവൃത്തികളും. ഇന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ വിദേശ യാത്രകളും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്ന വ്യക്തികളും സംഘടനകളും സ്വീകരിക്കുന്ന നിലപാടുകളും രാഷ്ട്ര താല്പര്യങ്ങളെ ഹനിക്കുന്നതാണ് എന്നതാണ് നിർഭാഗ്യകരമായ കാര്യം. ചില യൂറോപ്യൻ സന്ദർശനങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. 2022 രാഹുലിന്റെ യൂറോപ്യൻ പര്യടനത്തിനിടെ ഐഡിയാസ് ഫോർ ഇന്ത്യ എന്ന പേരിൽ ബ്രിട്ടനിൽ നടന്ന കോൺഫറൻസിൽ രാഹുൽ ഒരു വിവാദ പ്രസംഗം നടത്തി. ഭാരതത്തിലെ സ്ഥിതി മാറാൻ വിദേശ ഇടപെടൽ വേണമെന്ന് 2 തവണ ആവശ്യപ്പെട്ടു. റഷ്യ യുക്രൈൻ വിഷയം സംസാരിക്കുന്നതിനിടയിൽ ലഡാക്കിനെ യുക്രൈനുമായി താരതമ്യപ്പെടുത്തുകയും അതിൽ US ഇടപെടൽ ആവശ്യമാണെന്ന് ഊന്നി പറയുകയും ചെയ്തു. കർഷക പ്രതിഷേധങ്ങൾക്കിടയിൽ 2020 ഡിസംബറിൽ രാഹുൽ ഇറ്റലിയിലേക്ക് പറന്നു. എന്നാൽ ഒരു മാസത്തിന് ശേഷം 2021 ജനുവരിയിൽ കർഷകരുടെ പ്രതിഷേധം അക്രമാസക്തമാവുകയും കർഷകർ പോലീസ് ബാരിക്കേഡുകൾ ഭേദിച്ച് ഡൽഹിയിലെ ചരിത്ര പ്രസിദ്ധമായ ചെങ്കോട്ട സമുച്ചയം ആക്രമിക്കുകയും ചെയ്യുന്നതിന് രാജ്യം സാക്ഷ്യം വഹിച്ചു. സമാനമായിരുന്നു US യൂറോപ്യൻ സഖ്യകക്ഷിയായ ദക്ഷിണ കൊറിയയിലേക്ക് 2019 പൗരത്വ ഭേദഗതി പ്രതിഷേധങ്ങൾക്കിടയിലുള്ള രാഹുലിന്റെ യാത്ര. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ചെയർമാൻ സാം പിത്രോദയും രാഹുലിന്റെ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി ആയിരുന്ന നിഖിൽ ആൽവിയും അടങ്ങുന്ന പ്രതിനിധി സംഘം ദക്ഷിണ കൊറിയയിൽ എത്തിയ ശേഷമാണ് ഈ പ്രതിഷേധം ഡൽഹി കലാപമായി കലാശിച്ചത്. 2023 സെപ്റ്റംബറിൽ രാഹുൽ വീണ്ടും യൂറോപ്പ് സന്ദർശിച്ചു. ഭാരത വിരുദ്ധനും ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയക്കാരനുമായ ഫാബിയോ മാസിമോ കാസ്ലെഡോ അടക്കമുള്ളവരുമായിട്ടാണ് അന്ന് കൂടിക്കാഴ്ച നടത്തിയത്. കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത ഗ്രൂപ്പ് ഫോട്ടോയിൽ ദൃശ്യമായിരുന്ന ഫാബിയോ യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിന്റെ മുൻ വൈസ് പ്രസിഡന്റാണ്. പാക് ചാര സംഘടനയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ISIയുമായി ബന്ധപ്പെട്ട് യൂറോപ്പിൽ പ്രവർത്തിക്കുന്ന ഇക്ബാൽ ലോസാറുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് ഫാബിയോ എന്നതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ പാർലമെന്റ് അംഗങ്ങളുമായി രാഹുൽ നടത്തിയ കൂടിക്കാഴ്ച സംശയാസ്പദം തന്നെയാണ്. കാരണം കശ്മീർ വിഷയത്തിൽ യൂറോപ്പിൽ ഭാരത വിരുദ്ധ പ്രചാരണങ്ങൾ നടത്താനും ഭാരത താല്പര്യങ്ങൾക്കെതിരെ ലോബിയിങ് നടത്താനും യൂറോപ്പിലെ പാക് വംശജരായ ജനപ്രതിനിധികളെ ഏകോപിപ്പിക്കുന്ന വ്യക്തിയാണ് ലോസാർ. ബെൽജിയം തലസ്ഥാനമായ ബ്രസൽസിലെ ഒരു പരിപാടിയിൽ രാഹുൽ പങ്കെടുത്തതായി റിപ്പോർട്ട് വന്നുവെങ്കിലും അദ്ദേഹമോ കോൺഗ്രസോ ഇത് സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ ഫൗണ്ടേഷൻ ദി ലണ്ടൻ സ്റ്റോറി അഥവാ FTLS എന്നൊരു സംഘടന തങ്ങൾ രാഹുലിന്റെ പരിപാടി സംഘടിപ്പിച്ചതായി അവകാശപ്പെട്ടു. പാക് ജമാഅത്ത് ഇസ്ലാമിയുടെ അമേരിക്കൻ ഘടകം 2020 FTLSന് രൂപം നൽകിയത്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഋതുംബ്ര മനുവയും ഇമ്രാൻ വാലിയും അഹമ്മദും ചേർന്ന സ്റ്റിച്ചിങ് ദ ലണ്ടൻ സ്റ്റോറി എന്ന പേരിൽ ഇതിന് നെതർലാൻഡ്സിലും രൂപം നൽകി. ഭാരത വംശജരും പാക് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകനുമായ ഷെയ്ഖ് ഉബൈദ് ഭാരതത്തിൽ നിന്നുള്ള മുസ്ലിം പ്രവാസികൾക്കായി സ്ഥാപിച്ച ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കമ്മ്യൂണിറ്റി അഥവാ
IAMCയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റഷീദ് അഹമ്മദും ഹിന്ദു ഫോർ ഹ്യൂമൻ റൈറ്റ്സ് സഹസ്ഥാപക സുനിത വിശ്വനാഥുമായിരുന്നു FTLSന്റെ ഉപദേശക സമിതി അംഗങ്ങൾ. യൂറോപ്യൻ യൂണിയനിലെ മറ്റൊരു MP ആയ പിയറി ലെറൌത്തൂറുവിനെയും രാഹുൽ സന്ദർശിച്ചിരുന്നു. 2023 ജൂലൈയിൽ യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിൽ മണിപ്പൂർ വിഷയത്തിൽ പാസാക്കിയ ഭാരത വിരുദ്ധ പ്രമേയത്തിന് പിന്നിലെ പ്രധാന ബുദ്ധി കേന്ദ്രമായിരുന്നു പിയറി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശനത്തിന്റെ ശോഭ കെടുത്തുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. ഇന്ത്യ മണിപ്പൂരിലെ സാഹചര്യം എന്നതായിരുന്നു ആ പ്രമേയം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അൽവിന അൽ മെൽസ എന്ന MP-യെയും രാഹുൽ ബ്രസീലിൽ സന്ദർശിച്ചു. ഇത്തരത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും യൂറോപ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭാരത വിരുദ്ധ കൂട്ടായ്മകളിലെ സ്ഥിരം സാന്നിധ്യമാണ് കോൺഗ്രസിന്റെ സ്വന്തം പപ്പുമോൻ. ഭാരതത്തെ ഇസ്ലാമികവൽക്കരിക്കുക എന്ന അത്യധിക ലക്ഷ്യമാണ് ഇതിനുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.